ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ഇന്ന് ഞാൻ മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ ദിവസം വീട്ടിൽ എന്ന് മിറ്റം തൂത്തേ പറ്റുള്ളൂ. കാരണം പണ്ട് ഇവിടെ ഇങ്ങനെ കാടും പോച്ചയും പിടിച്ച് കിടക്കുകയല്ലായിരുന്നോ. അത് നമ്മൾ മഴ സമയത്ത് വൃത്തിയാക്കിയാലും 4ൻ്റെ അന്ന് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് കയറും. അതുകൊണ്ട് ഉണക്ക സമയത്ത് നമ്മൾ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ വൈകുന്നേരമാണ് സാധാരണ മിറ്റം തൂക്കാറുള്ളത്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇലയും കാര്യങ്ങളും ഒന്നും കിടപ്പില്ല, നല്ല ക്ലീനായിട്ട് കിടക്കും മുറ്റമൊക്കെ. അപ്പോൾ നമുക്ക് ഇറങ്ങി അവിടെ വഴിക്ക് നടക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് മുറ്റം തൂത്തിടുന്നത്. എൻ്റെ വീട്ടിലെ അമ്മയും വൈകുന്നേരമാണ് കേട്ടോ മുറ്റമൊക്കെ തൂത്തിടുന്നത്. അപ്പോൾ ഭയങ്കര പൊടിയാണ്. ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് മുറ്റം തൂക്കുമ്പം ഭയങ്കര പൊടി വരുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് സീച്ചേട്ടൻ എന്നെ വന്ന് പഞ്ഞി കിട്ടു. കാരണം എനിക്കിങ്ങനെ മാസ്ക് ഇടാതെ തൂത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അലർജി വരും, ഞാൻ തുമ്മാൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഏട്ടൻ വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ പോയി മാസ്ക് ഇട്ടു. ഞാൻ പോയി മാസ്ക് ഇട്ടതല്ല, ഏട്ടൻ എനിക്ക് മാസ്ക് കൊണ്ടിട്ട് തന്നു. രാത്രി ഞാൻ കിടന്ന് തുമ്മിയ ഏട്ടനോടല്ലേ ഉറക്കം പോണത് പാവം, അതുകൊണ്ട് എനിക്ക് മാസ്ക് കൊണ്ട് ഇട്ട് തന്നു. അപ്പം ഞാൻ ആ ഒരു സൈഡ് തൂത്ത് അടുപ്പിച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് തൂക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ മെയിനായിട്ട് നമ്മുടെ പ്ലാവൊക്കെ ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ചക്കപ്പഴം റെഡി ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരും വീഡിയോ കാണിക്കാം. നമ്മൾ നട്ടതിൽ നമ്മളിങ്ങനെ ഓരോ കായൊക്കെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. ഇതൊക്കെ വളർന്നു, ഇതൊക്കെ വളരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ നട്ടതാണ്. എല്ലാം ബഡ്ഡിങ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ കായ്ക്കുന്നത്. അപ്പോൾ അതിലെല്ലാം കാ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാവിൻ്റെ ഇലകളൊക്കെ ആട്ടോ കൂടുതലും ഇങ്ങനെ നടക്കുന്നത്. പിന്നെ കുറേ തേക്കിൻ്റെ ഇലകളില്ലേ, അത് അപ്പുറത്തെ അയ്യത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുക. നമ്മൾ മിറ്റം തൂത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, അത് ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനന്ത് വന്നപ്പോൾ ഇവിടെ കരിമ്പ് നട്ടിട്ട് പോയത് ഏതോ കീരിയോ പാമ്പോ എന്തോ, കീരി എന്തോ എടുത്തോണ്ട് പോയി കേട്ടോ. കാരണം അതിപ്പോൾ കാണുന്നില്ല. അവനോട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാം 2 കാലുള്ള കീരിയല്ലേ എടുത്തോണ്ട് പോയെന്ന്. അവൻ ഞങ്ങളെ കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷെ അല്ല, അത് ഇപ്പം കാണുന്നില്ല. അതെന്തോ എടുത്തോണ്ട് പോയി രാത്രിയിൽ വന്നിട്ട്. അതുകൊണ്ട് അവൻ്റെ കരിമ്പ് വെള്ളത്തിലായി. ഇനി ഇടയ്ക്കാട്ടിൽ അവൻ നട്ടിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ആ കരിമ്പിന് നല്ല മധുരമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവനത് കൊണ്ടുവന്ന് നടുവും ഒക്കെ ചെയ്തത്. നമ്മുടെ കടലാസ് പൂവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഈ ചൂട് സമയത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കടലാസ് പൂവിൽ വരുന്നതെല്ലാം ഇലയായിരിക്കും. വളരെ കുറച്ച് വെള്ളമേ കടലാസ് പൂവിന് പാടുള്ളൂ. അപ്പോൾ വരുന്നതെല്ലാം ഇതുപോലെ പൂക്കളായിരിക്കും കേട്ടോ. കുറേ കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഏട്ടൻ വാങ്ങി വെച്ചേക്കുന്നതാണ്. ഏട്ടന് ഈ ഒരു കടലാസ് പൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏത് വെറൈറ്റി കളർ കണ്ടാലും അത് വീട്ടിൽ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇത്തവണ ഇതുപോലെ പുഷ്പിച്ച് നിൽപ്പുണ്ട്. ഒരുപാട് പേരുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, മുറ്റമൊക്കെ ഒന്ന് കാണിക്കാവോ, നല്ല രീതിക്കൊന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പം നല്ല ക്ലീനായിട്ട് അത്ര ഭംഗിയായിട്ടൊന്നും നിൽക്കല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി എന്നിട്ട് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഗാർഡൻ ഡോർ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അവിടെ നിന്ന് സംതൃപ്തി അടഞ്ഞു. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും എല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് കഴിഞ്ഞ് മുറ്റം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും എന്നോട് കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഇല്ലെങ്കിലും കുറേ അധികം പേര് ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി താമസിപ്പിക്കുന്നില്ല, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാറ്. ഇന്ന് സിച്ചേട്ടന് രാവിലെ പോകണം, അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് നേരത്തെ മില്ലറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് മില്ലറ്റ്. ഇതിപ്പോ തീരാറായിട്ടുണ്ട്. നമ്മൾ ഈ മില്ലറ്റ് എല്ലാം കൂടെ പല മില്ലറ്റ് ഇല്ലേ, ആ പല മില്ലറ്റ് 5-6 മില്ലറ്റ് ഉണ്ടായിരുന്നു ടൈപ്പിലെ മില്ലറ്റ്. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് ഇങ്ങനത്തിൽ ഇട്ടേക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുപ്പികളിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ മില്ലറ്റ് ഇതുപോലൊരു കിണ്ണിയില്ലേ നമ്മുടെ വീട്ടിൽ, ഈ കിണ്ണിക്കകത്ത് നിറച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഈ കിണ്ണി നിറച്ചെടുത്തിട്ടുണ്ട്. കാരണം എനിക്കും ചീച്ചേട്ടനും ഇതിൻ്റെ ആവശ്യമേ ചീച്ചേട്ടൻ ഇച്ചിരി ഞാൻ വയറ് നിറച്ച് കഴിപ്പിക്കും, എനിക്ക് വളരെ കുറച്ച് മതി കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചിയാ സീഡ്സ് കൂടെ കുടിക്കും. അപ്പോൾ ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളാവും. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഒരു 5 മിനിറ്റ് ഞാൻ കുതിരാൻ വയ്ക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് കുതിരാൻ വയ്ക്കും. അപ്പം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം.
നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. ഒരു 2, 3, 4 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പൊ ഞാനിത് കഴുകട്ടെ. അപ്പൊ ഞാൻ കഴുകി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം അതൊന്ന് കുതിരട്ടെ. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ ക്യാരറ്റ്, ബീൻസ്, ചോളം ഉണ്ടായിരുന്നു. ഈ ചോളം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം സീച്ചറിന് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുരുമുളക് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കും. കാരണം അത് സീച്ചറിന്റെ കുരുമുളകിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് ടേസ്റ്റ് ആണ് ഇഷ്ടം ആ ടേസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നേരത്തെ പോകുമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ബീൻസും ക്യാരറ്റും എല്ലാം അരിഞ്ഞ് ഇതുപോലെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ടാണ് കയറ്റി. കണ്ട, ക്യാരറ്റ്, ഇത് ബീൻസ്, ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൂടെ ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ, വയറ്റിനും നല്ലതാണ്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതും എടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം. കുതിരാൻ മാറ്റി വെച്ചേക്കുന്ന മില്ലറ്റ് ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും ഇതിൽ എന്തോരം വെള്ളം ഒഴിക്കണമെന്നുള്ളത്. ഇതിൽ എന്തോരം വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ ഈ മില്ലറ്റിന്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന, അതായത് ഇതൊന്നും ജസ്റ്റ് കവറായിട്ട് നിൽക്കണം ഈ മില്ലറ്റ്, അത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതായത് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിനല്ലേ ഞാൻ മില്ലറ്റ് എടുത്തത്, ഈ ഒരു പാത്രത്തില് ഇത് നിറച്ച് വെള്ളം എടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ മില്ലറ്റ് എടുത്തു, ഈ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം നിറച്ചെടുക്കുക, അതിലൊഴിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഉപ്പ് ഞാൻ ഇപ്പോഴും ഇടാറില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉപ്പ് ഇടാറുള്ളൂ. ഇതിപ്പോ ഞാൻ നിങ്ങളെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം എന്തോരം വെള്ളം ഉണ്ടെന്ന്. വെള്ളം എന്താ ജസ്റ്റ് ഈ മില്ലറ്റിന്റെ പുറത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ട, ഇത്രയേ ഉള്ളൂ. കുക്കറിൽ ഞാൻ 2 വിസിൽ അടുപ്പിക്കും കേട്ടോ. എന്നിട്ട് അതിന്റെ പ്രഷർ ഫുള്ള് പോയിട്ടേ ആ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന പാക്കറ്റിന്റെ ബാക്കിൽ അത് എത്ര നേരമാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് കാണും. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പാൻ അടുപ്പത്ത് വെച്ച് അടുപ്പ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വളരെ കുറച്ച് എണ്ണ മതി. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കടുക് പൊട്ടിക്കാറില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം. അപ്പം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് എരിക്ക് ആവശ്യം അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ മതി. ഇതിൽ നിങ്ങൾക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഇടാതെ ഈ പച്ചമുളക് എരിക്കനുസരിച്ച് മാത്രം ഇട്ടിട്ടുണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ ഈ പച്ചമുളക് മാത്രമേ ഇടാറുള്ളൂ, ഇതിൽ കുരുമുളകോ മുളക് പൊടിയോ ഒന്നും ഇടാറില്ല. എന്നിട്ട് പച്ചമുളകൊന്നായി വരും അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റും പിന്നെ ബീൻസും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ റൈസിൽ നമ്മൾ അരി വേവിക്കാൻ വെച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടില്ല, അതനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാകത്തിന് ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചാതെ അടച്ചു വെച്ച് വേവിക്കാൻ പറ്റും, അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിൽ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം ഒഴിച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേവണം കേട്ടോ നന്നായിട്ട്. ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തുറന്ന് വെച്ച് ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ബാക്കി കുരുമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ഓൾറെഡി ഇട്ടുപോയി, പക്ഷേ വീഡിയോയിൽ ശരിയായില്ല, അതുകൊണ്ട് അളവെല്ലാം ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക. ഞാൻ എടുത്തു പറയുകയാണ്, ഇതൊന്നും ഇടേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങൾ പച്ചമുളക് മാത്രം അരിഞ്ഞിട്ട് ഇതുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ചിലർക്ക് ഇത്ര എരിയൊന്നും വയറ്റിന് പിടിക്കില്ല. അതുകൊണ്ട് ആ പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
നമ്മുടെ അരിയൊക്കെ ഇതാ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്നിനെ തൊടാതെ അത്രയും കിടുവായിട്ടാണ് ഇത് വെന്ത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം കറക്റ്റ് പാകമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ വെന്ത അരി നമ്മൾ ആ വേവിച്ച് വച്ചേക്കുന്ന ക്യാരറ്റും ബീൻസിൻ്റെ ഒക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മില്ലറ്റിൻ്റെ റെസിപ്പി റെഡിയാണ്. രാവിലെ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ 1 മിനിറ്റ് ഒന്നിങ്ങനെ തത്തിപ്പൊത്തി വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. കാരണം നമ്മളിത് സെർവ് ചെയ്യാൻ എടുക്കുമ്പോൾ ആ ഒരു ചൂടിങ്ങനെ പറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. 1 മിനിറ്റ് കൂടുതൽ ഇത് വെക്കരുത്, അടിയിൽ പിടിക്കും. രാവിലത്തെ അംഗം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഇന്നലത്തെ മീൻകറി ഒന്ന് തിളപ്പിച്ച് വെക്കാൻ വെച്ചു. പിന്നെ ഏട്ടന് ചൂടുവെള്ളമേ കുടിക്കും. അപ്പോൾ ഏട്ടനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം ഞാൻ മറ്റേ മസാലക്കൂട്ടത്തിൽ കിടക്കുന്ന ആ ഒരു സാധനം ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അങ്ങനെ ഏട്ടനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ അത് അടുക്കള ഒതുങ്ങി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടൻ കഴിക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ ദാണ്ട മില്ലറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം കൊടുക്കുമ്പോൾ കണ്ടോ ആ ചൂട് അതുപോലെ പറക്കും. നല്ല ടേസ്റ്റുമാണ് ചൂടോടെ കഴിക്കാൻ. ഇതിന് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഉറപ്പായിട്ടും മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇത് നിങ്ങളുടെ ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞ് രാവിലെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മുടെ മുല്ലപ്പൂവിൽ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മുല്ലച്ചെടിയാണ് കേട്ടോ. കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് കുഞ്ഞിലെ എപ്പോഴും തലയിൽ വെക്കാൻ മുല്ലപ്പൂ കിട്ടാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് വീട്ടിൽ മുല്ല വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഒരു ചട്ടി എനിക്ക് തന്നതാണ് ഏട്ടൻ. അങ്ങനെ അതിൽ പൂ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് പിച്ചണമെന്നുണ്ടെങ്കിലും പക്ഷേ പിച്ചാൻ മനസ്സ് വന്നില്ല. അങ്ങനെ ഞാനത് മണപ്പിച്ചു. ഇങ്ങനെ ചെടിയിൽ നിൽക്കുന്ന പൂ ഏതാണെങ്കിലും ചെന്ന് മണപ്പിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ ചെയ്യരുത്, അതിൻ്റെ അകത്തൊരു പ്രാണിയുണ്ട്, മൂക്കിലടിച്ച് കയറുമെന്ന് എത്ര തവണ ഏട്ടൻ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇനി ഒരു അനുഭവം വരുമ്പോൾ പഠിക്കുമായിരിക്കും. നമ്മുടെ ഇവിടെ ഇത്തവണ തേൻവരിക്കയിൽ 4 ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് സമയമാകുമ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് പിച്ചിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ടിരുന്നത്. ഈ വർഷം ഞാൻ മുകളിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ പിടിച്ചിട്ടില്ല, ഇതിൽ ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇത് ഇത്തവണ കായ്ച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു ചക്കയിൽ തൊടാൻ എന്നെ സമ്മതിക്കത്തില്ല, ചീത്തയായി പോകും അത്രേ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ തൊട്ടായിരുന്നു, ചീത്തയായൊന്നും പോയില്ല. നമ്മളിവിടെ ഒരു ചേട്ടനെ പണിക്ക് നിർത്തിയിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൽ പോവായതുകൊണ്ട് ഞാൻ ഈ ബംഗാളി ചേട്ടനാ. അപ്പം ഞാൻ ചീച്ചേട്ടനോട് പറഞ്ഞു, ചീച്ചേട്ടാ എൻ്റെ കരിയാപ്പിലയും മുളകും ചെത്തിക്കളയല്ലേ എന്ന് പറ. അപ്പം ചീച്ചേട്ടൻ പറഞ്ഞു അവൻ അറിയാടി, അവൻ ചെത്തത്തില്ലെന്ന്. തിരിച്ചു വന്നപ്പോൾ അവിടെ എല്ലാം മരുഭൂമി പോലെ കിടക്കുന്നു, ഫുള്ള് ചെത്തിക്കളഞ്ഞു. ഇനിയിപ്പോൾ കരിയാപ്പില പിന്നെയും പോയി. പച്ചമുളകും 3-4 കാന്താരി മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു. 3-4 കാന്താരി മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പക്ഷെ ഇനി ഉണക്കാന്നല്ലോ. ഇന്നലെ മൊത്തം ഞാനിവിടെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഇനി ഉണക്കായോണ്ട് പോച്ച കിളിക്കത്തില്ല. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ കാടുപോലെ കിളിക്കും. പക്ഷെ ഉണക്കായോണ്ട് ഇനി കുറേ നാൾ ഇതുപോലെ നന്നായിട്ട് കിടക്കും. അപ്പുക്കുട്ടനൊക്കെ അപ്പുക്കുട്ട സൈക്കിൾ ചവിട്ടി പഠിച്ചല്ലോ, അതുകൊണ്ട് അവൻ ഇനി ഇങ്ങനെ സൈക്കിൾ ചവിട്ടാം അവിടെ എല്ലാം. നമ്മുടെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പുക്കുട്ടന് എണീക്കുമ്പോൾ അവനുള്ള ഫുഡ് മാത്രം മതി. അപ്പോൾ ഏട്ടന് രാവിലെ പോകാനായതുകൊണ്ട് ഞാൻ മില്ലറ്റും എല്ലാം ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ മില്ലറ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഡയറ്റ് എടുക്കുന്നവർക്ക്. രുചിക്ക് ഒരു കുറവുമില്ല, എന്നാൽ നിങ്ങളുടെ തടിയൊക്കെ നല്ലപോലെ കുറഞ്ഞു വരും. അപ്പം ഇനി തിരക്കകത്ത് പോവാം. എന്നെ തിരക്കി കുറേ കാക്കകൾ വന്നിട്ടുണ്ട്. എന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ വെള്ളമല്ല വിനാഗിരിയാ. ഒരിക്കത്തില്ലേ ശരി വിളിച്ചോ. ഓക്കെ ഇച്ചിരിയില്ലേ എന്തെടുക്കുവാടാ? വിനാഗിരി എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച്. ഓക്കെ, കുക്ക് ചെയ്യാണോ? എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത്? എന്നാ ഒഴിക്കരുത്. ഓടാ എന്താ ഇടണം?
വേണ്ട 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 എന്നാ. അതല്ല താങ്ക് യു പ്ലീസ് നീ 4 മതി പ്ലീസ് എവിടാ? നീ ഒരെണ്ണമെന്നല്ലേ പ്ലീസ് പറഞ്ഞേ? 4 5 ഓഹേ നീ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ലല്ല ഒന്ന് എടുത്തതാ എടുത്തതാമേ കുഴപ്പമില്ല കേട്ടോ. അമ്മ ഇതൊന്നും സാധനം എനിക്ക് വരണേ കേട്ടോ. ഇവിടെ വച്ചാ മതി. അമ്മ ഇനി മുളക് ഇവിടെ വച്ചാ മതി. ഇത്തിരി മുളക് എടുത്തോട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതാ ഓക്കെ കുറച്ച് ഒരു മല്ലിപ്പുളിയും മുളക് പൊടിയും ഇഷ്ടമാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക്. അവധി ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെയാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഓറഞ്ച് പൊടി. ഇപ്പൊ അമ്മ സൂത്തി പോലെ ഇരിക്കുന്നു. അമ്മേ ഞങ്ങൾ ആരും മിടുക്ക്. അയ്യോ മുളകെത്തില്ല അമ്മ, മുളകെത്തില്ല അമ്മ, മുളകെത്തില്ല. അച്ഛനോട് പറയുമ്പോ ഞാൻ യൂട്യൂബിൽ കണ്ടുപിടിച്ചതാണ്. അച്ഛനോട് പറയാം അങ്ങനെ. ഒന്ന് കുതിക്കാൻ നോക്കുമോ? വേണ്ട, എനിക്ക് വയറിന് അസുഖം വരും കുടിച്ചു കഴിഞ്ഞാൽ. നിന്റെ ഒരു ഫുഡ് വൈപ്പ് ഞാൻ കുടിക്കട്ടെ. കുടിച്ചു നോക്കി ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. മാറ്റി വെച്ചോ ആണോ കുക്ക് ചെയ്തതല്ലേ? എന്താ നീ കുക്ക് ചെയ്തല്ലേ? ആ കുടിയാങ്ങോട്ടെ. സ്കൂളില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ പാചകം. അടുക്കളയിൽ എന്റെ അടുത്തുനിന്ന് മാറത്തില്ല. അവനും ഭയങ്കര കുക്കിംഗ് ആണ്. ഞാൻ പൊളിച്ചു വെച്ച ഉള്ളി എന്റെ മസാല എല്ലാം എടുക്കുന്നുണ്ട്. പതുക്കെ കയറ്. എനിക്കറിയത്തില്ല, മുളക് വെള്ളമാണെന്ന് തോന്നുന്നു. ഓ ചിക്കൻ കറി. ഞാനിപ്പോ അത് സെക്കൻഡ് ചാനലിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണേ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക. മല്ലിപ്പൊടി എടുക്കണം വിട്ടെ. എനിക്കൊരു ആകെ എനിക്ക് ഒരു ഓമ എനിക്ക് ഇച്ചിരി ആകെ എനിക്ക് എന്റെ അടുത്ത് ഇതിനകത്ത് അമ്മ ഞാൻ പണ്ട് വിരിയാക്കുന്ന ഒരു തോക്ക് വന്ന പിന്നെ ഇപ്പോഴോ ട്രെയിനാന്ന അമ്മ നോക്കിയേ പച്ചിക്കാൻ വേണ്ടി അപ്പം ഞാനിന്ന് ചേനയിട്ട് തീയലാണ് കേട്ടോ വയ്ക്കുന്നത്. കൊച്ചുള്ളിയും ചേനയിട്ട് മാത്രമാണ് വയ്ക്കുന്നത്. പിന്നെ പച്ചമുളകും ഇടും. അപ്പോൾ അതൊക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ട് ഞാൻ നമ്മുടെ വറുത്തരച്ച് നമ്മൾ ചൂടാറാൻ വേണ്ടി വച്ചേക്കുന്ന നമ്മുടെ അരപ്പൊക്കെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരയണം. എനിക്ക് തീയൽ എപ്പോഴും നല്ല കുറുകിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിന്നത് മൺചട്ടിയിലോട്ട് വയ്ക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം മറന്നുപോയായിരുന്നു. അപ്പോൾ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ മൺചട്ടിയിലാണ് കേട്ടോ അതെല്ലാം വച്ചത്. എനിക്ക് തീയൽ എപ്പോഴും കുറുകിയിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ തീയൽ കുറുകാൻ വേണ്ടി വെച്ചു. എന്നിട്ട് നമ്മൾ തീയൽ അരച്ചപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി എന്നിട്ട് ഞാൻ ചോറ് വിളമ്പി ആദ്യം അപ്പുക്കുട്ടന് കൊടുത്തു കേട്ടോ. സാധാരണ ഞാൻ കഴിച്ചിട്ടാണ് അപ്പുക്കുട്ടന് കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് അപ്പുക്കുട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം അപ്പുക്കുട്ടന് കൊടുത്തിട്ട് പിന്നെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അയല വറുത്തതിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും തൈരും തീയലും ഒക്കെ കൂട്ടി കേട്ടോ ഇന്നൊരു
ചോറ് ഒരു പിടി പിടിച്ചത്. അപ്പോൾ ആദ്യം എൻ്റെ കുരുത്തം കിട്ട ചോറിന് ഞാൻ കഥയൊക്കെ പറഞ്ഞ് ചോറ് വാരി കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ കുറച്ച് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഇനി കുഞ്ഞു വ്ളോഗ്. ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.